നാം എല്ലാവരും വളരെ സങ്കടത്തോടെയും വേദനയോടെയുമാണ് ഇന്ന് ഈ ജുമാഅത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാഅത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്ന ജനങ്ങൾ വയനാട്ടിലെ മേപ്പാടിയിൽ ചൂരൽമലയിലും മുണ്ടക്കയിലുമായി ജീവിച്ചിരുന്ന ധാരാളം ജനങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇതുപോലെ പള്ളിയിൽ പോയി നിസ്കരിക്കുകയും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുകയും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്ത സാധുക്കളായ മുഅ്മിനീങ്ങളും അല്ലാത്തവരുമായ ധാരാളം ജനങ്ങൾ അള്ളാഹുവിന്റെ കഠിനമായ പരീക്ഷണത്തിന് വിധേയമായിട്ട് വലിയ പ്രയാസത്തിൽ അകപ്പെടുകയും ഏകദേശം 300-ൽ പരം ആളുകളാണ് ആ ദുരന്തത്തിൽ മരണമടഞ്ഞിരിക്കുന്നത്. അതിന്റെയൊക്കെ ഇരട്ടിയിലേറെ ആളുകളാണ്, 1000-ലധികം ആളുകൾ അല്ലെങ്കിൽ അതിലേറെ ആളുകൾ ഈ ഭയാനകമായ ദുരന്തത്തെ അതിജീവിച്ചെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും വലിയ പരിക്കുകളോടെ കഴിയുകയാണ്. ഒരു ജീവിതം, ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ചതും കഠിനാധ്വാനം ചെയ്തതും കഷ്ടപ്പെട്ടതുമെല്ലാം ഒന്ന് ഇരുണ്ട് വെളുത്തു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ അലംഘനീയമായ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായി ഒന്നാകെ ഒലിച്ചുപോയ ഒരു യാഥാർത്ഥ്യം. പറയാൻ വാക്കുകളില്ല, വാചകങ്ങളില്ല. ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളാണ് നാം ഒക്കെ അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഫോണുകളിൽ, മീഡിയകളിൽ, മറ്റ് മാധ്യമങ്ങളിലൊക്കെ കാണുന്ന വാർത്തകൾ മനുഷ്യ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നതാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ നാട്, നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ക്ഷോഭത്തിനാണ് വയനാടിലെ ചൂരൽമലയും മുണ്ടക്കയും ഉൾപ്പെടുന്ന ഗ്രാമങ്ങൾ അനുഭവിക്കുന്നത്. മുണ്ടക്കൈ ജമാഅത്തിൽ 400 വീടുകളാണ് മുണ്ടക്കൈ മുസ്ലിം ജമാഅത്തിൽ മാത്രമുള്ളത് എന്നാണ് ഏകദേശ കണക്കുകളൊക്കെ പറയുന്നത്. അതിൽ ഇനി അവശേഷിക്കുന്നത് വെറും 30-ൽ പരം വീടുകളിൽ, 30ഓളം വീടുകളിൽ മാത്രമാണ് 400 വീടുകളിൽ നിന്ന് അവശേഷിക്കുന്നത് എന്നുള്ള വാർത്ത വായിക്കുമ്പോൾ സഹോദരന്മാരെ, നമുക്കതിന്റെ യാഥാർത്ഥ്യം, ആ ദുരന്തത്തിന്റെ വലിപ്പവും വ്യാപ്തിയുമെല്ലാം നമുക്ക് ഊഹിക്കുന്നതിന്റെ അപ്പുറമാണ്, നമ്മുടെ കാഴ്ചകൾക്ക് അപ്പുറമാണ്. നാം കാണുന്ന കാഴ്ചകളൊന്നുമല്ല, അതിന്റെയൊക്കെ 10 മടങ്ങായ ദുരിതങ്ങളും പ്രയാസങ്ങളുമാണ് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടവർക്കെല്ലാം അല്ലാഹു തആല നാളെ ആഖിറത്തിൽ ശുഹദാഇന്റെ, ഷഹീദിന്റെ പ്രതിഫലം നൽകി സന്തോഷിപ്പിക്കട്ടെ. ആ ദുരന്തത്തെ അതിജയിച്ചവർക്കൊക്കെ അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള, അവരുടെ ഉപാധികളൊക്കെ തിരിച്ചു പിടിക്കാനുള്ള അവസരങ്ങളും അതിനുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു തആല എളുപ്പത്തിൽ നടത്തിക്കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അത്രമാത്രമാണ് ചെയ്യാൻ കഴിയുന്നത്. അവരോർക്കാനും അവരോടുള്ള ഐക്യദാർഢ്യപ്പെടുവാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും അവർക്ക് നമ്മാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ എത്തിക്കാനും മാത്രമാണ് നമുക്ക് കഴിയുന്നത്. അള്ളാഹുവിന്റെ വിധികൾക്ക് വിധേയമാവുക എന്നല്ലാതെ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരാവുക എന്നല്ലാതെ അതിൽ പിടിച്ചു നിൽക്കാനോ അതിനെ മറികടക്കാനോ മനുഷ്യൻ ദുർബലനാണ് എന്നുള്ളത് അടിക്കടി ഓരോ സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ നാട് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന പേരിലാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ നാട് അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ നാടിന്റെ പ്രകൃതി ഭംഗിയും പ്രകൃതി രമണീയതയും പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ ആ വലിയ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് സഞ്ചാരികൾ നമ്മുടെ നാട് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രളയം തുടങ്ങി, കൊറോണയിൽ തുടങ്ങി, പിന്നെയും പ്രളയം വന്നു, പിന്നെയും കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുകൾ
വീടുകളായി. ഈ വർഷവും നമ്മുടെ നാട്ടിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ അപകടം നടന്നിരിക്കുകയാണ്. ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് നാം അള്ളാഹുവിലേക്ക് മടങ്ങണമെന്നുള്ള സന്ദേശമാണ്. അള്ളാഹുവിലേക്ക് മടങ്ങണം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് മടങ്ങണമെന്നുള്ള വലിയ സന്ദേശമാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വിശ്വാസിയുടെ ഈമാൻ ദൃഢമാകേണ്ട സന്ദർഭമാണിത്. ഒരു മുഅ്മിനിന്റെ ഈമാൻ ദൃഢമാകേണ്ട അവസ്ഥയാണിത്. കാരണം എന്തുകൊണ്ടാണ് പടച്ചവൻ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്നൊക്കെ വിചാരിച്ച് ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള അവസരങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് നമ്മുടെ ഈമാൻ ദൃഢമാകേണ്ട, ഉറപ്പുവരുത്തേണ്ട സമയം കൂടിയാണ് ഇത്. അള്ളാഹുവിലേക്ക് അടുക്കൽ കൊണ്ട് നമുക്കറിയാം, ലോകത്ത് നടക്കുന്ന നന്മയും തിന്മയും, വിജയവും പരാജയവും, ക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ ഖദാഉം ഖദറും മൂലമാണ്. അതൊക്കെ അല്ലാഹു തആല നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്ത് നടക്കുന്ന സർവമാന കാര്യങ്ങളും എന്ന് ഉറച്ചു വിശ്വസിക്കേണ്ടവരാണ് ഒരു വിശ്വാസി എന്നുള്ളത്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, മനുഷ്യന് ലോകത്ത് സംഭവിക്കുന്ന ഗുണവും ദോഷവും, സന്തോഷവും സങ്കടവും എന്ന് വേണ്ട എല്ലാം അതൊക്കെ അല്ലാഹുവിന്റെ ഖദറും ഖദാഉം മൂലമാണ് സംഭവിക്കുന്നത്. അതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം, നിശ്ചയപ്രകാരമാണ് ലോകത്ത് സംഭവിക്കുന്നത് എന്നുള്ള ആ വിശ്വാസം, ഈമാൻ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട സമയമാണിത് സഹോദരന്മാരെ. ദുരന്തങ്ങൾ എന്ന് പറയുന്നത്, ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് പ്രത്യേക സമയങ്ങളില്ല, കാലങ്ങളില്ല, രാത്രിയെന്നോ പകലെന്നോ ഇല്ല. നമുക്കറിയാം സഹോദരന്മാരെ, രാത്രി ഭക്ഷണം കഴിച്ച് സന്തോഷത്തോട് കുടുംബാംഗങ്ങളോടൊപ്പം കിടന്നിറങ്ങിയവരാണ്. നാളെ ജോലിക്ക് പോകണം, നാളെ എന്റെ കച്ചവടത്തിന് പോകണം, നാളെ എന്റെ ഷോപ്പ് തുറക്കണം, നാളെ എന്റെ ജീവിത മേഖലയിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് നിരവധി സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങിയവരാണ് അല്ലെ? നമുക്ക് കിടന്നുറങ്ങുമ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങളാണ് നെയ്തു കൂട്ടുന്നത്? നാളെ രാവിലെ ജോലിക്ക് പോകണം, നാളെ എന്റെ ഷോപ്പിൽ പുതിയ ഷോപ്പ് തുടങ്ങാനുള്ളതാണ്, എന്റെ കമ്പനിയിൽ പോകേണ്ടതാണ് നാളെ എന്നൊക്കെയുള്ള വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നെയ്തു കൂട്ടിയിട്ടാണ് ഓരോ മനുഷ്യനും വൈകുന്നേരമാകുമ്പോൾ തന്റെ കട്ടിലിലേക്ക് കിടക്കുന്നത്. ആ സ്വപ്നങ്ങളൊക്കെ നാളെ പുലരുമെന്നുള്ള വലിയ പ്രതീക്ഷയോടാണ് അവൻ കിടന്നിറങ്ങുന്നത്. അതുപോലെ തന്നെയായിരുന്നില്ല സഹോദരന്മാരെ, വയനാട്ടിലെ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത്, ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്ത് അവരൊക്കെ വലിയ സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങിയതായിരുന്നു. ഒന്ന് നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ അവരെല്ലാം, അവരുടെ സ്വപ്നങ്ങളെല്ലാം ഒലിച്ചുപോയില്ലേ സഹോദരന്മാരെ? നമുക്കെന്താണ് ഉറപ്പ്? നമ്മുടെ നാട്ടിൽ സംഭവിക്കില്ല എന്നൊന്നാണ് ഉറപ്പ്. അപ്പൊ ഹസിബത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വയനാട്ടിലല്ലേ സംഭവിച്ചത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തല്ലേ സംഭവിച്ചത്? നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളില്ലല്ലോ, നമ്മുടെ നാട്ടിൽ മലങ്ങളില്ലോ അടിവാരങ്ങളില്ലല്ലോ, അല്ലെങ്കിൽ വലിയ കുന്നുകളും മലമേടുകളും ഇല്ലല്ലോ എന്നൊക്കെ നമുക്ക് ആശ്വസിക്കാൻ എന്താണ് സഹോദരന്മാരെ ഗ്യാരണ്ടി? അള്ളാഹുവിനൊരു പ്രയാസവുമില്ല. ഏത് നാട്ടിലും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ഏത് തരത്തിലുള്ള ശിക്ഷയും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഇറക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, സൂറത്തുൽ അറാഫിലൂടെ അല്ലാഹു ചോദിക്കുന്നുണ്ട്, അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ വഹും നായിമൂൻ. ഉറങ്ങുന്ന നേരത്ത്, സുഖസുഷുപ്തിയിലാണ്ടുറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അദാബ് വരില്ല, ദുരന്തങ്ങൾ വരില്ല എന്ന് നിങ്ങൾ നിരാശ്രയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ വിശ്വാസത്തിലൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ വഹും യൽഅബൂൻ. അതല്ല പ്രഭാത സമയത്താണോ അദാബ് വരുന്നത്, ദുരന്തം വരുന്നത്? നിങ്ങൾ നിർഭയരായി ജീവിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അടിവരയിട്ട് ചോദിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കൽ മാത്രമാണ്, അള്ളാഹുവിലേക്ക് കൂടുതലായി അടുത്ത് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകളെ ജീവിതത്തിലേക്ക് മാറോട് ചേർത്ത് പിടിക്കൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ദുരന്തങ്ങളും ഒക്കെ ഒന്നൊന്നായി നമ്മെ തേടിയെത്തുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അല്ലാതെ നമ്മുടെ സംവിധാനങ്ങളോ
സൗകര്യങ്ങളോ ഒന്നും നമുക്ക് രക്ഷപ്പെടുത്തുകയില്ല. അല്ലെ? മനുഷ്യൻ ഇന്ന് അവന്റെ ബുദ്ധി ഉപയോഗിച്ച് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിലാണ് നമുക്ക് ജീവിക്കുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പാഠപുസ്തകങ്ങളാണ് പഠിക്കുന്നത്. അല്ലെ? നിർമ്മിത ബുദ്ധി, മനുഷ്യന്റെ ബുദ്ധിയെ പകരം വയ്ക്കുന്ന കണ്ടുപിടുത്തം നിർമ്മിത ബുദ്ധിയുമായിട്ടാണ് മനുഷ്യൻ ഇന്ന് മുന്നേറുന്നത്. നമുക്കറിയാം, വാഹനം ഓടിക്കുമ്പോൾ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ AI ക്യാമറ എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്, അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യന്റെ ബുദ്ധിക്ക് സമാനമായ രീതിയിൽ അതേ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ മുന്നേറുകയാണ്. അല്ലെ? മനുഷ്യൻ ഭൂമിയെ വിട്ട് ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ഒക്കെ താമസം മാറ്റാൻ കഴിയുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ വിട്ടിട്ട് ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കുമൊക്കെ ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടി പോകാൻ ആളുകൾ, ആഗോള ടൂറിസം കമ്പനികൾ അതിലേക്ക് ടൂറിസ്റ്റുകളെ തെരഞ്ഞുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല, എന്നെക്കാളേറെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും വാർത്തകളും ഒക്കെ വിശദമായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ എല്ലാവരും. മനുഷ്യൻ അത്രമാത്രം ഉയർന്നുവെങ്കിലും മനുഷ്യനെ അല്ലാഹു തആല വളരെ ബലഹീനനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എത്രമാത്രം കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും എത്രമാത്രം ഉയരപ്പറക്കാൻ ശ്രമിച്ചാലും മനുഷ്യൻ എന്നുള്ളത് ആത്യന്തികമായി അവൻ ബലഹീനനാണ്. അള്ളാഹുവിന്റെ ഇടപെടലുകൾക്ക് മുന്നിൽ, അള്ളാഹുവിന്റെ കൈകാര്യങ്ങൾക്ക് മുന്നിൽ അവൻ നിസ്സാരനാണ്. ഒരു ഈച്ചയുടെ ചിറകിന്റെ വില പോലും അവനില്ല എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ. അല്ലെ? നിസ്സാരമായി കാണുന്ന ഒരു വസ്തുവാണ് ഈച്ച. ഈച്ചയുടെ ചിറകിന്റെ വില പോലും മനുഷ്യനില്ല. അത്രയ്ക്ക് നിസ്സാരനാണ് മനുഷ്യൻ. ഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യനെ ബലഹീനനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ ബലഹീനതയാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ വിളിക്കുക. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ലോകത്ത് അള്ളാഹുവിന്റെ അദാബിനെ തൊട്ട് സംരക്ഷണം കിട്ടാൻ രണ്ട് മാർഗങ്ങളാണുള്ളത്. അല്ലെ? ലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷകളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ടൊക്കെ കവചം തീർക്കാൻ, സംരക്ഷണം ലഭിക്കാൻ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, മഹാനായ ഇമാം മിർകാത്തിൽ വിശദീകരിക്കുന്ന ഹദീസാണ്. മഹാനവറുകൾ പറയുകയാണ്, അമ്മ അഹദുഹുമ, ഒന്ന് ഉയർന്നുപോയി. അല്ലെ? ആ ഒന്നാമത്തെ സംരക്ഷണ കവചം അത് ഇല്ലാതായി പോയിരിക്കുന്ന ലോകത്ത് നിലവിലില്ല. രണ്ടാമത്തത് ഇസ്തിഗ്ഫാറാണെന്ന് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഷറഹിന്റെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് സഹോദരന്മാരെ. ഒന്നാമതായി പറഞ്ഞത് അത് ലോകത്തില്ല, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ മനുഷ്യന്റെ സംരക്ഷണ കവചം തീർക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് നീങ്ങിപ്പോയി, അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങി. ഇനി ആ സംരക്ഷണ കവചം നമുക്ക് ലഭിക്കുകയില്ല. രണ്ടാമതായിട്ടുള്ളത് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യലാണ്. അള്ളാഹുവിലേക്ക് ചെയ്ത പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങലാണ് അവന്റെ രണ്ടാമത്തെ സംരക്ഷണ കവചമെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മുടെ ഈമാൻ ദൃഢമാകേണ്ട, വിശ്വാസം അചഞ്ചലമാകേണ്ട സമയമാണിത്. അല്ലെ? എന്തുകൊണ്ടാ അള്ളാഹു ഇങ്ങനെ നമുക്ക് പ്രകൃതി ദുരന്തങ്ങളൊക്കെ അടിക്കടി നൽകുന്നത് എന്നുള്ള ചിന്ത ഉണ്ടാകാൻ പാടില്ല. നല്ല മനക്കരുത്തോടെ നീങ്ങേണ്ട സമയമാണിത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞില്ലേ, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ലഈഫ്. റസൂൽ പറഞ്ഞതാ, അൽ മുഅ്മിനുൽ ഖവിയ്യ്, നല്ല മനക്കരുത്തുള്ള വിശ്വാസി. ഏത് പ്രശ്നങ്ങൾ വന്നാലും ഏത് പ്രതിബന്ധങ്ങൾ വന്നാലും അതൊക്കെ അല്ലാഹു തആല എനിക്ക് വിധിച്ചിരിക്കുന്നതാണ്, എനിക്ക് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണെന്നുള്ള നല്ല മനക്കരുത്തോടെ വിജയിച്ചു നിൽക്കുന്നവൻ അൽ മുഅ്മിനുൽ ഖവിയ്യ്, നല്ല മനക്കരുത്തുള്ള വിശ്വാസി. ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ്, അവനാണ് ഏറ്റവും ഉത്തമൻ. മാത്രമല്ല അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് അവനെയാണ് ഏറ്റവും വലിയ ഇഷ്ടം. മിനൽ മുഅ്മിനിൽ ലഈഫി, ലഈഫായ ബലഹീനനായ എന്തെങ്കിലും കേൾക്കുമ്പോൾ തന്നെ പേടിച്ച് പരവശനാകുന്ന വിശ്വാസിയേക്കാൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം നല്ല ബലവത്തായ ദൃഢമായ ഈമാനുള്ള ആളുകളെയാണെന്ന്
മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ഹദീസിന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, വൈന സാബക ശൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ. നാമത്തെ നിത്യേന പറയുന്ന വാക്കാണ് അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ഉപയോഗിച്ചത്. എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ, എന്തെങ്കിലും ഒരു ദുരന്തങ്ങൾ ഇറങ്ങുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഞാൻ അവിടെയായിരുന്നെങ്കിൽ, ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ. കച്ചവടക്കാരാണെങ്കിൽ പറയും, ഞാൻ ഈ ഷോപ്പ്, ഈ കട ഞാനിപ്പോൾ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ എനിക്ക് വലിയ നഷ്ടമുണ്ടാകുമായിരുന്നില്ല, അല്ലെ? ഞാനിപ്പോൾ ആ ജോലിക്ക് പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ആ അപകടത്തിൽ പെടുമായിരുന്നില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ അങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിൽ. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾക്ക്, ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് എന്തെങ്കിലും അദാബുകൾ, മുസീബത്തുകളൊക്കെ വന്നിട്ട് ഫലാ തഖുൽ, നിങ്ങൾ പറയരുത് കേട്ടോ, ലൗ അന്നി ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, കാന കദാ വകദാ, അങ്ങനെയൊക്കെ ഞാൻ ഈ അപകടത്തിൽ പെടുമായിരുന്നില്ല എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അത് നിങ്ങളുടെ ഈമാനിനെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്താ പറയേണ്ടത്? ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും പ്രയാസങ്ങളൊക്കെ പെയ്തിറങ്ങുമ്പോൾ നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ പറയണം, ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅല. ഇതൊക്കെ അല്ലാഹു തആല മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. അല്ലാഹുവിന്റെ അസലിയായ ആ എഴുത്തിൽ ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ലോകത്ത് വരാനുള്ളതിനെ തടയാൻ അല്ലാഹു അല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നീങ്ങേണ്ട സമയമാണ് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ. മാത്രമല്ല, അല്ലാഹുവിന്റെ ഖളാഇനെ തടയാൻ കഴിയുന്ന ഒരേ ഒരു വസ്തു, ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ മാത്രമാണ്. അല്ലാഹുവിന്റെ ഖളാഇനെ തടയാൻ കഴിയുന്ന, അല്ലാഹു തആല നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നുവെങ്കിൽ അത് ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആഇനെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിലേക്ക് അടുക്കേണ്ട, അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ട, പാപങ്ങൾ എടുത്തു പറഞ്ഞ് അതൊക്കെ പശ്ചാത്തപിച്ച് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തേണ്ട സമയമാണ്. ആരും സുരക്ഷിതരല്ല, ആർക്കും ഒരു സുരക്ഷിതത്വം എവിടെയും കിട്ടുകയില്ല. അല്ലാഹു തആല സുരക്ഷിതത്വം നൽകിയാലല്ലാതെ ആർക്കും ഒരു സുരക്ഷയും എവിടെയും കിട്ടില്ല എന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും അല്ലാഹു തആല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാർ,